നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം പരിസരത്തു നിന്ന് 104 ഗ്രാം MDMA-യുമായി എയ്ഡഡ് സ്കൂൾ മാനേജർ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൻ, കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നായ മുന്നിൽ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. ചങ്ങരംകുളം പള്ളിക്കുന്ന് സ്വദേശികളായ സ്വാലിഹ്, റാഷിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം താടിപ്പടിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുതുപ്പൊന്നാനിയിൽ വീട് കത്തിക്കുകയും സ്കൂട്ടർ തല്ലി തകർത്ത് ബാറ്ററി മോഷണം നടത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതികൾ പൊന്നാനി പോലീസിന്റെ പിടിയിലായി. പൊന്നാനി മരക്കടവ് മാളിയക്കൽ ഫാറൂഖ്, വെളിയങ്കോട് SI പടി തണ്ണിത്തുറയിൽ ഉമറുൽ ഫാറൂഖ്, പൊന്നാനി മരക്കടവ് രായിൻ്റകത്ത് ഫാരിസ് എന്നിവരാണ് അറസ്റ്റിലായത്. താനൂരിൽ കുഴൽപ്പണവുമായി ഒരാൾ പിടിയിലായി. വേങ്ങര വലിയോറ ചുള്ളിപ്പറമ്പ് കീരി വീട്ടിൽ അബ്ദുൾ റഷീദാണ് അറസ്റ്റിലായത്. 3,83,000 രൂപയുമായി താനൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. തിരൂർ പരന്നേക്കാട്ടെ നഗരസഭ അറവുശാല നിർമ്മാണ കേന്ദ്രം പാതി വഴിയിൽ തന്നെ. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ആധുനിക ഉപകരണത്തിന്റെ വാറന്റി കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ലെന്ന് നഗരസഭ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നടന്ന ദേശീയ തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ മങ്കട സ്വദേശിക്ക് വെങ്കലം. കടന്നമണ്ണ സ്വദേശിയും ജാമിയ മല്ലിയ യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ M സമീർ ബാബുവിന്റെ മകൾ ഐഷ സംറീനയാണ് മെഡൽ ജേതാവ്. വർഷങ്ങളുടെ മുറവിളിക്കൊടുവിൽ സഞ്ചാരയോഗ്യമായി പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലം. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചതോടെ പാലത്തിലൂടെയുള്ള കാൽനട യാത്രയ്ക്ക് തുടക്കമായി. രേഖകളിൽ കാണിച്ചതിലേറെ അളവിൽ രാസവസ്തുക്കളുമായി എത്തിയ ലോറി GST എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. 25,000 കിലോ എന്നാണ് അളവ് രേഖപ്പെടുത്തിയിരുന്നതെങ്കിലും പരിശോധനയിൽ 27,000 കിലോ ഭാരമുള്ളതായി കണ്ടെത്തി. മേലെച്ചേളാരിയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാത സർവീസ് റോഡ് 18 ദിവസമായി അടച്ചതിനെ തുടർന്ന് യാത്രാക്ലേശം രൂക്ഷമാവുന്നു. ചേളാരി കരിങ്ങാംകുളത്തിനും മേൽപ്പാലത്തിനും ഇടയിലുള്ള 1/2 കിലോമീറ്ററാണ് അടച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.